ഹരേ കൃഷ്ണ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം തദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനുദാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുജ്ഞ കൃപാ സിന്ധുപയേവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് 2-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് കുറെ ചോദ്യങ്ങൾ ആദ്യത്തെ സ്കന്ധത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിനുള്ള ഉത്തരങ്ങള് പടിപടിയായിട്ടാണ് പല അധ്യായങ്ങളിലും നമ്മൾ കണ്ടു. 1-ാം സ്കന്ധത്തില് 1 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ 2-ാം അധ്യായത്തില് ഇനി വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശരിക്കും ആ ചോദ്യങ്ങളില് ഈ ഭാഗവത്തിലുടനീളം ശുകമഹർഷി വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം മുതൽ 6-ാമത്തെ ശ്ലോകം വരെ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നുണ്ട്, ഈ ഹരികഥ, ഭഗവാനെ കുറിച്ചുള്ള ഈ കഥ എങ്ങനെയാണ് ഭക്തരെ ഇത്രമാത്രം ആകർഷിക്കുന്നത്? 7 മുതൽ 23 വരെ കുറെ ചോദ്യങ്ങളാണ്. നമ്മൾ ഓരോ ഭക്തരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നത്. ഇനി 24 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമി, അതായത് ശുകമഹർഷിയോട് പറയാണ്, ഞാൻ തളർന്നിട്ടൊന്നുമില്ല. കാരണം പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം ജലപാനം പോലും ഇല്ലാതെയാണ് ഈ കഥ കേൾക്കുന്നത്. ഞാൻ ജലപാനം നടത്തിയില്ലെങ്കിൽ പോലും ഞാൻ അത്രയും ഉത്സുകനാണ്, അത്ര ജിജ്ഞാസുവാണ്, അത്ര ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ഹരികഥ കേൾക്കാനിരിക്കുന്നത്. 27 മുതൽ 29 ശ്ലോകം വരെ ശുകമഹർഷി വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പൊ ഈ അധ്യായത്തില് മുഴുവൻ വിശദീകരണവും, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ വിശദീകരണവും കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ഭാഗവതത്തിലുടനീളം, ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും മുഴുവനും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഉണ്ട്. അതൊരു അധ്യായത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പല അധ്യായങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ അതെല്ലാം പല അധ്യായങ്ങളിലുള്ളതെല്ലാം ക്രോഡീകരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇവിടെ പറയുവാണ്. വിശദമായിട്ടുള്ള വിവരണം നടത്താനുള്ള സമയവും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു 1-2 വാക്കുകളിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടെ നമുക്കിവിടെ വിവരിക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നാരദ മഹർഷി 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഇതാണ്, നാരദ മഹർഷി എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന്റെ ആ ഭക്തി, നാരദ മഹർഷിയുടെ ഭക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഴുവൻ സമയവും നാരായണ 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 നാമം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ആ നാരദ മഹർഷി എങ്ങനെയാണ് ഈ ഭക്തന്മാർക്ക് ഭഗവാനെ അടുത്തെത്താനുള്ള ആ ഒരു വഴി കാണിച്ചു കൊടുത്തത്, പ്രീച്ച് ചെയ്തത്. കാരണം നമുക്കറിയാം, ധ്രുവ മഹാരാജാവിന്റെ കഥ അറിയാം. നാരദ മഹർഷി കാരണമാണ് ധ്രുവ മഹാരാജാവിന് ഭഗവാനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായത്.
ഇനി നമ്മുടെ ദാമോദര വരുന്നു അടുത്ത മാസം. ദാമോദര ആ ലീല തന്നെ എന്താണ്? നളകുബേരനും മണിഗ്രീവനും ഭഗവാനെ കാണാൻ, ഈ ഗോപാലനായ ഉണ്ണിയായ ഭഗവാനെ കാണാനുള്ള ഒരു അവസരം നാരദ മഹർഷിയുടെ ഒറ്റ വാക്കിലൂടെയാണ് സംഭവിച്ചത്. അങ്ങനെ എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഇത്രമാത്രം ഭക്തന്മാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞത്? അതിൽ തന്നെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് പറയാം. ഒരു ഭക്തി മനസ്സിലുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് ആ ഭക്തി പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതൊരു ഭക്തനും സത്സംഗത്തിലൂടെ തൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങ് ഒന്ന് പറഞ്ഞു തന്നാലും ഭഗവാന്റെ വിവിധ തരത്തിലുള്ള ശക്തികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും. നമുക്ക് കുറെ ശക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹ്ലാദിനി ശക്തി, മഹാമായ, യോഗമായ, അങ്ങനെ കുറെ ശക്തികളുണ്ട്. പക്ഷേ ഭഗവാന്റെ ശക്തികൾ അനന്തമാണ്. ഞാൻ ഇവിടെ കുറച്ച് ശക്തികളെ കുറിച്ച് വിശദീകരിക്കാം. പക്ഷെ അത് വളരെ വളരെ കുറവ് ശക്തികളെ എനിക്ക് ഇവിടെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭഗവാന്റെ ശക്തികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. അത് അനന്തമാണെന്നാണ് പറയുന്നത്. ഭഗവാൻ ഈ ഈ ഭൂമിയും അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടവും അല്ലെങ്കിൽ കർണദോഷായ വിഷ്ണു, ക്ഷീരോദായ വിഷ്ണു, ഇവരെല്ലാവരും ഉണ്ടാകുമ്പോഴും ഈ പ്രളയം നടക്കുമ്പോഴും എല്ലാം ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എനിക്കറിയണം എങ്ങനെയാണ് മരണസമയത്ത് എനിക്ക് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് എങ്ങനെ മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ഓർക്കാൻ സാധിക്കും? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെന്താണ് ചെയ്യേണ്ടത്? ജപം, ശ്രവണം, കീർത്തനം. ഈ കലിയുഗത്തില് ഏറ്റവും പരിപൂർണമായ ഭഗവത് സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ശ്രവണം, കീർത്തനം. നവഭക്തികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആരാണ് നവഭക്തികളെ കുറിച്ച് പറഞ്ഞത്? പ്രഹ്ലാദ മഹാരാജാവ് ഹിരണ്യകശിപുവിന് ഉപദേശിക്കുന്നതാണ്. നവഭക്തികളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാമെന്ന്. ശ്രവണം, കീർത്തനം, ഇത് ആദ്യത്തെ രണ്ടെണ്ണമാണ് നവഭക്തികളില്. 9 വിധത്തില് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. 9 വിധത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ അടുത്തെത്താം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസ്പർശനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. പ്രഹ്ലാദ മഹാരാജാവ് 7-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തില് 23-ാം ശ്ലോകത്തിൽ പറയുന്നതാണ്. അപ്പം അതിൽ തന്നെ ശ്രവണവും കീർത്തനവുമാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം. ഇനി 7 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങള് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ ജീവാത്മാവ്, ആത്മീയ ജീവനായ ഈ ജീവാത്മാവ് ഭൗതിക ശരീരം എങ്ങനെ നേടി? എല്ലാവർക്കും ഉള്ള സംശയമാണത് അല്ലേ? ആത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശം തന്നെയാണ്. ഭഗവാൻ ഒരു സമുദ്രമാണെങ്കിൽ അതിലെ ഒരു തുള്ളിയാണ് ആത്മാവ്. ആത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ അംശം തന്നെയാണ്. ക്വാളിറ്റിയിൽ ഒന്ന് തന്നെയാണ്, പക്ഷെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമാണ്. എന്താണ് ക്വാളിറ്റി? മീൻസ് ഭഗവാന് ഉണ്ടായ ക്വാളിറ്റി തന്നെ ആ ആത്മാവിനുമുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഭഗവാൻ അനന്തമാണ്, പക്ഷെ ആത്മാവെന്ന് പറയുന്നത് വളരെ ലഘുവായ ഒരു നീർത്തുള്ളിയുടെ അത്രയും ചെറുതുമാണ്. അപ്പൊ ഒരിക്കലും ഭഗവാന്റെ അത്രയും അനന്തത ആത്മാവിന് ഇല്ല. ആ ആത്മാവ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നത്. പക്ഷെ എന്നാലും ആത്മാവിന്റെ സ്വഭാവം ആത്മീയമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആത്മാവ് ഈ ഭൂലോകത്തിൽ വന്ന് ഭൗതിക ശരീരം നേടിയതെന്ന് പറഞ്ഞാൽ, അജ്ഞാനത്തിന്റെ കാരണം കൊണ്ട് ബന്ധനങ്ങൾ, ആഗ്രഹങ്ങൾക്ക് മൂലമാണ് ഇത് ഈ ആത്മാവ് അല്ലെങ്കിൽ ഒരു ജീവൻ ഭൗതിക ശരീരം സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഓരോ ആത്മാവും കർമ്മഫലങ്ങളും ഭൗതിക പ്രപഞ്ചവുമായുള്ള ആ ബന്ധം, ഓരോ ആത്മാവിനും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവര് ഭൂമിയിലോട്ട് അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലോട്ട് പതിക്കുന്നത്. അങ്ങനെ ഈ ആഗ്രഹങ്ങളും കർമ്മഫലങ്ങളും ആത്മാവിനെ ഭൗതിക ശരീരത്തിലോട്ട് വലിച്ചഴയ്ക്കുന്നു.
ഇനി രണ്ടാമത്തെ ചോദ്യം ഗർഭോദകശായ വിഷ്ണുവിന്റെ രൂപത്തെ കുറിച്ചിട്ടാണ്. ഗർഭോദകശായ വിഷ്ണു എന്ന് പറയുന്നത് സൃഷ്ടി, നിലനിൽപ്പ്, നാശം എന്നീ പ്രക്രിയകളുടെ രണ്ടാം പുരുഷാവതാരമാണ്. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് താമരപ്പൂ വരുന്നു. ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ബ്രഹ്മാവ് ഈ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടി ആരംഭിക്കുന്നു. ഇനി അടുത്ത ചോദ്യം കാരണോദകശായ വിഷ്ണുവിന്റെയും ക്ഷീരോദകശായ വിഷ്ണുവിന്റെയും രൂപത്തെ കുറിച്ചിട്ടാണ്. കാരണോദകശായ വിഷ്ണു എന്ന് പറയുന്നത് മഹാവിഷ്ണു സ്വരൂപത്തിൽ സൃഷ്ടിക്ക് പുറമെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും കാരണമാണ് കാരണോദകശായ വിഷ്ണു. അദ്ദേഹം കാരണസമുദ്രത്തിൽ ശയിക്കുന്നു. അഹം എന്ന പ്രകാശത്തിൽ നിന്ന് അനേകം പ്രപഞ്ചങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് രൂപപ്പെടുന്നു. ഇനി അടുത്തത് ക്ഷീരോദകശായ വിഷ്ണു പ്രപഞ്ചത്തിന്റെ അന്തർബാധിയായിട്ട് നിലനിൽക്കുന്നതാണ്. ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാ സ്വരൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പൊ കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, അങ്ങനെ 3 പുരുഷാവതാരങ്ങൾ. ഇനി ഹിരണ്യഗർഭം. ഹിരണ്യഗർഭ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്, ഹിരണ്യഗർഭം എന്നത് ആദ്യ സൃഷ്ടിയുടെ ഒരു മുള എന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വിത്തുകളും ഇങ്ങനെ മുളച്ച് വരുമ്പോഴത്തേക്ക് ഒരു മുള കാണും. അപ്പൊ ഹിരണ്യഗർഭം എന്ന് പറയുന്നത് തന്നെ ആ ഫസ്റ്റ് സൃഷ്ടിയുടെ മുളയാണ്. ഇതിൽ നിന്നാണ് പ്രപഞ്ചം തന്നെ വികസിക്കുന്നത്. ബ്രഹ്മാവ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത് ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നു. ഈ സ്വർണ്ണ അണ്ഡം സൃഷ്ടിക്കപ്പെടുന്നത് സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെയാണ്. ആ ഹിരണ്യഗർഭം എന്ന് പറയുന്നത് തന്നെ ആ സ്വർണ്ണ അണ്ഡത്തെയാണ് പറയുന്നത്. ഇനി കാലവും കർമ്മത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്ത ചോദിക്കുന്നത്. എന്താണ് കൽപ്പം, എന്താണ് വികൽപ്പം, എന്താണ് കാലം? കൽപ്പം എന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ്. അതായത് 4.32 ബില്യൺ വർഷങ്ങൾ. ഇനി വികൽപ്പം എന്നതിന്റെ ഇതിന്റെ ഉപവിഭാഗങ്ങളെയാണ്. പ്രത്യേകിച്ച് സൃഷ്ടികാലത്തിന്റെ സമയം, കാലം സൃഷ്ടിയുടെ ഒരു ശക്തിയാണ്. വികൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവ് ആ ഒരു കൽപ്പത്തിന്റെ ഉപവിഭാഗമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അടുത്ത അധ്യായങ്ങളിലും അല്ലെങ്കിൽ അടുത്ത സ്കന്ധങ്ങളിലും വിശദമായി പഠിക്കുന്നുണ്ട് നമ്മൾ. അടുത്ത കാർമ്മിക ഫലം. എന്താണ് കർമ്മം? എല്ലാ ജീവജാലങ്ങളും എന്ത് കർമ്മം ഇവിടെ ചെയ്യുന്നു, എന്ത് ആക്ടിവിറ്റി എന്ത് ചെയ്താലും ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നതും അതെല്ലാം കർമ്മങ്ങളായിട്ട് പറയും. കർമ്മം തന്നെ കർമ്മം, അകർമ്മം, വികർമ്മം, അങ്ങനെ 3 തരത്തിലുണ്ട്. കർമ്മവും വികർമ്മവും നമ്മളെ വീണ്ടും ഈ ഭൂലോകത്തിൽ പിടിച്ചു നിർത്തും. അകർമ്മമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് ഈ ഭൂലോകത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അകർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മത്തെ മാത്രമാണ് അകർമ്മം എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മാണ്ടത്തിലെ സ്ഥലങ്ങളും ജീവികളെ കുറിച്ചുള്ള ചോദ്യം ആണ് അടുത്ത ചോദ്യം. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം വിവിധ ലോകങ്ങളും ജീവികളും സൃഷ്ടിക്കുന്നു. ആരാണ് സൃഷ്ടിക്കുന്നത്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു? ബ്രഹ്മാവ് ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവിന്റെ സന്ദേശം അനുസരിച്ച് സൃഷ്ടിക്കുന്നു. അപ്പൊ ഓരോ ലോകത്തിനും അനുയോജ്യമായ ജീവജാലങ്ങളെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. ആരുടെ ആജ്ഞയാൽ? ഗർഭോദകശായ വിഷ്ണുവിന്റെ ആജ്ഞയാൽ. അപ്പം എങ്ങനെയാണ് ഭഗവാന്റെ ആജ്ഞയാൽ സൃഷ്ടിക്കപ്പെടുന്നത്? പരമാത്മാ സ്വരൂപത്തിൽ ഉള്ള ഭഗവാൻ ഓരോ ജീവാത്മാവിന്റെയും ആ ജീവാത്മാവിന്റെ അതാതു കർമ്മങ്ങളിൽ ഉള്ള ലോകങ്ങളിലോട്ട് ആ ആത്മാവിനെ വിടുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് ഈ ജീവാത്മാക്കൾക്ക് അവരവരുടെ ലോകങ്ങളിലോട്ട് വിടുന്നു. ലോകം എന്ന് പറയുന്നത് മനുഷ്യലോകമാകാം, അസുരലോകമാകാം, ദേവലോകമാകാം, നാഗലോകമാകാം. അതാണ് 14 ലോകങ്ങളായിട്ട് പറയുന്നത്. ഇനി ബ്രഹ്മാണ്ടത്തിന്റെ പരിധി. പ്രപഞ്ചം പല രൂപങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ആ രൂപത്തെയാണ് നമ്മൾ ഈ 14 ലോകങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ആ 14 ലോകങ്ങളും ഒരു മുത്തുമാല കോർത്തിരിക്കുന്നത് പോലെ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നിരിക്കുന്ന താമരത്തണ്ടിൽ കോർത്തിണക്കിയിരിക്കുന്നു. ഓരോ ലോകവും അവരവരുടെ ജീവിതാനുഭവങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും ശക്തിക്കും അടിസ്ഥാനമാക്കിയാണ് ഓരോ ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ആ ഓരോ ലോകത്തിലെ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ ആവശ്യമായ അന്തരീക്ഷവും
ഭൂലോകത്തിലാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത്, അസുര ലോകത്തിലാണെങ്കിൽ അസുരന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്, നാഗലോകത്തിലാണെങ്കിൽ നാഗന്മാർക്ക് വേണ്ടി. അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ചുറ്റുപാടും ആ ജീവജാലങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭക്തന്മാരുടെ പ്രവർത്തനം എപ്പോഴും എന്താണ്? പ്രാർത്ഥന, ജപം, ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പലരും മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. ഒരിക്കലും ആ ദേവന്മാരെ ആരാധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തന്നെ കെട്ടിപ്പെട്ടു. ഭൗതിക ലോകത്തിലെ ജനന മരണ സാഗരത്തിൽ അകപ്പെട്ടു. ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചാൽ മാത്രമേ ഈ ജനി മരണ സാഗരത്തിൽ നിന്ന് മോചനമുള്ളൂ. പുണ്യപ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യണം. ഇതൊക്കെയാണ് ഭക്തന്മാരെ സദാസമയവും ഭഗവാന്റെ നാമവും രൂപവും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഭക്തിമാർഗം ജീവിതത്തിന്റെ ഉത്തമ ലക്ഷ്യമായി കാണുന്നവരാണ് യഥാർത്ഥ ഭക്തർ. ഇനി നമ്മൾ വർണ്ണാശ്രമം കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിലും കൂടെ പറയുന്നുണ്ട് വർണ്ണാശ്രമം. 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ആൻഡ് ശൂദ്രൻ. ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അത് ജന്മകർമ്മം കൊണ്ടല്ല, ഗുണകർമ്മം കൊണ്ടാണ്. ആരാണ് ബ്രാഹ്മണൻ? ഭഗവാനെ സേവിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ നാമവും രൂപവും പ്രചരിപ്പിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാല് ആ നാടിനെ സംരക്ഷിക്കുവൻ. ഇപ്പൊ പോലീസ്, പട്ടാളം അങ്ങനെയുള്ളവരാണ് ക്ഷത്രിയൻ. വൈശ്യൻ എന്ന് പറഞ്ഞാല് ബിസിനസ് ചെയ്യുന്നവര്. ശൂദ്രൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ശൂദ്രൻ. കലികാലത്ത് എല്ലാവരും ശൂദ്രരാണ്, എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി എടുക്കുകയാണ് അല്ലെ. ഇനി 4 ആശ്രമങ്ങൾ: ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ജീവാത്മാവും പാലിക്കേണ്ട 4 ആശ്രമങ്ങളാണ്. ആദ്യം ബ്രഹ്മചര്യം, പിന്നെ ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞ് വാനപ്രസ്ഥം, സന്യാസം. ഈ ഉൾപ്പെടുന്ന സാമൂഹ്യ സമ്പ്രദായമാണ് വർണ്ണാശ്രമം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അവരവരുടെ ധർമ്മങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് വേണം ജീവിക്കാൻ. ഇനി യുഗങ്ങളുടെ കാലയളവും യുഗധർമ്മം എന്താണ്, യുഗാവതാര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. യുഗങ്ങൾ 4 നമുക്കറിയാം: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. ഓരോ യുഗത്തിന്റെ ധർമ്മം ഇല്ലാതാകുമ്പോഴാണ് ഭഗവാൻ അവതാരമായി ജനിക്കുന്നത്. ഇപ്പൊ സത്യയുഗത്തിന്റെ ധർമ്മം അവിടെ പരിപാലിക്കപ്പെടാതെ വരുമ്പോഴാണ് ഭഗവാൻ അവിടെ അവതരിക്കുന്നത്. ഓരോ യുഗാവതാരവും ആ യുഗധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. ഇനി എന്താണ് വേദാന്തവും സിദ്ധാന്തവും? വേദാന്തം എന്നത് വേദങ്ങളുടെ അന്ത്യ സിദ്ധാന്തമെന്നും ജീവനെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ഭൗതികതയെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറയുന്നതാണ് വേദാന്തം. സിദ്ധാന്തം എന്നത് ഈ ആശയങ്ങളിൽ നിന്നുള്ള ഉത്തമമായ നിഗമനങ്ങളെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി ശ്രീമദ് ഭാഗവതം 7 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് സാധാരണ ധർമ്മം, പ്രത്യേക ധർമ്മം, അപധർമ്മം. ഈ 3 ധർമ്മങ്ങളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും അനുയോജ്യമായ ആചാരങ്ങളും പ്രവർത്തനങ്ങളും ഭഗവാന്റെ ബുക്കുകളിലൂടെ, അതായത് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീത എന്നീ ബുക്കുകളിലൂടെ നന്നായി പ്രാർത്ഥിച്ച് നല്ല ധർമ്മ വ്യക്തിയുടെ വേദം അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് സാധാരണ ധർമ്മം. ആപദ്ധർമ്മം എന്ന് പറയുന്നത് ആപത്ത് നേരിടുമ്പോൾ സ്വീകരിക്കുന്ന അധികാരങ്ങൾക്കുള്ള നിയമമാണ്. ഇനി അടുത്തത് പഞ്ചഭൂതങ്ങൾ എന്താണെന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാമോ? അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം. ഇതാണ് സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. കഴിഞ്ഞ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. പഞ്ചഭൂതങ്ങൾ എന്താണ്, അതെങ്ങനെയായ, ആദ്യം എന്തുണ്ടായി എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതും കൂടി ചേർന്നിട്ടാണ് ഈ മുഴുവൻ ബ്രഹ്മാണ്ടവും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. ഇനി പുരുഷാവതാരങ്ങളുടെ ആരാധന. പുരുഷാവതാരങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. കാരണോദകശായ വിഷ്ണു കാരണസമുദ്രത്തിൽ ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ അദ്ദേഹത്തിന്റെ നിശ്വാസത്തിൽ നിന്നും പുറത്തു വരുന്ന നിശ്വാസവും അദ്ദേഹം ശ്വസിക്കുമ്പോഴത്തേക്കും പുറത്തോട്ട് വരുന്ന ബ്രഹ്മാണ്ടങ്ങളും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉള്ളിലോട്ട് പോകുന്നു. അദ്ദേഹത്തിന് എത്ര രോമകൂപങ്ങളുണ്ടോ
അത്രയും രോമകൂപങ്ങളുടെ അത്രയും ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനുമുള്ളിൽ ഗർഭോദകശായ വിഷ്ണു ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന 14 ലോകങ്ങള്, ആ 14 ഭൂലോകത്തില് ജീവാത്മാവിനുള്ളില് വസിക്കുന്ന ക്ഷീരോദകശായ വിഷ്ണു. ഇതാണ് ആ കണക്ഷൻ. ഇനി അമിതസത്വം, അനുഗ്രഹം, സൂക്ഷ്മ ശരീരത്തിന്റെ വിനാശം. അതാണ് അടുത്ത ചോദ്യം. എന്താണ് സൂക്ഷ്മ ശരീരം? സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ ചേർന്ന് ജീവൻ നിലനിർത്തുന്ന ആ ഒരു ഇതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന്. ഇനി യോഗമിശ്ര ഭക്തി എന്താന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും യോഗ എന്നത് ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ആ ഒരു കണക്ഷനെയാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷെ യോഗമിശ്ര ഭക്തി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. യോഗം എന്നത് കണക്ഷൻ, ജ്ഞാനം എന്നത് സംയോജിപ്പിച്ച ഭക്തിയാണ്. ശരിക്കും ശുദ്ധ ഭക്തിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ശുദ്ധമായ ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച്, ഭഗവാനെ ഞാൻ എങ്ങനെ, ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ എങ്ങനെ ഒരു ജീവാത്മാവിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം അത് അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റും, അതാണ് യഥാർത്ഥ ഭക്തി. യോഗമിശ്ര ഭക്തി എന്ന് പറയുന്നത് ഇപ്പൊ കപില മഹർഷിയുടെ അഷ്ടാംഗ യോഗയും ഒക്കെ പറയുമ്പോഴത്തേക്കും ആ അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഭഗവാനുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു എക്സസൈസ് മാത്രമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആ എക്സസൈസിനെ ഒരിക്കലും നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു കണക്ഷനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇനി വേദങ്ങളിൽ നിന്നുള്ള അന്തിമ സിദ്ധാന്തം. വേദങ്ങളിലെ അന്തിമമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപം തിരിച്ചറിയുന്നതിനും ഭഗവാനോടുള്ള ആ ഒരു പ്രേമം, കൃഷ്ണപ്രേമം എത്രമാത്രം നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുമോ, പക്ഷെ ആ കൃഷ്ണപ്രേമത്തിലൂടെ മോക്ഷവും സാധകമാകും. പക്ഷെ പലപ്പോഴും ഭക്തന്മാർക്ക് മോക്ഷം എന്നുള്ള ആ ഒരു ചിന്ത പോലുമില്ല. ആ ഭക്തൻ ചിന്തിക്കുന്നത് ഭഗവാനോടുള്ള പ്രേമം, എനിക്ക് എത്രയും പെട്ടെന്ന് ഭഗവാനെ സേവിക്കാൻ സാധിക്കണേ എന്ന് മാത്രമേ പരമഭക്തൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ വേദങ്ങളിൽ പലപ്പോഴും അതൊരു ഫ്ലവറി ലാംഗ്വേജ് എന്നാ പറയുന്നത്. വേദങ്ങളിൽ ഭഗവാനെ ഗൂഢമായിട്ടാണ് നിർവചനീയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം പലപ്പോഴും വേദങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം നാരദ മഹർഷി വേദങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോഴാണ് ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണം എഴുതാനായിട്ട് വേദവ്യാസനെ ഉത്സാഹപ്പെടുത്തുന്നത്. കാരണം വേദവ്യാസൻ ഭയങ്കര വിഷമിച്ച് നടക്കുകയാണ്. എനിക്ക് ഒന്നും എഴുതിയിട്ട് തൃപ്തിയാകുന്നില്ല. വേദങ്ങളെ വിഭജിച്ചു, പുരാണങ്ങൾ എഴുതി, എന്നിട്ടും എനിക്ക് തൃപ്തിയാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് നാരദ മഹർഷിയോട് ചോദിച്ചപ്പോൾ വ്യാസഭഗവാനോട് നാരദ മഹർഷി പറയും, നീ ഭഗവാനെ കുറിച്ച് എഴുതൂ. വേദങ്ങളിൽ നീ വേർതിരിച്ചപ്പോൾ അതിൽ ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഗൂഢമായി ഒളിഞ്ഞു കിടക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഭാഗവത പുരാണം, ഭഗവാനെ കുറിച്ച് ഒരു പുരാണം എഴുതൂ, അപ്പോൾ നിന്റെ മനസ്സ് ശാന്തമാകുമെന്നാണ് നാരദ മഹർഷി വേദവ്യാസന് നൽകിയ മറുപടി. സമസ്ത ജീവന്മാരെയും ഈ സംസാരത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടും? എങ്ങനെ മോചനം നേടാം? സദാസമയം ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാനുമായിട്ട് ആ താതാത്മ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ ഈ ജനിമരണ സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സംസാരം എന്ന് അർത്ഥമാക്കുന്നത് ജനന മരണ സാഗരത്തെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മോക്ഷം ലഭിക്കണമെങ്കിൽ ഈ ആത്മാവ് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയണം. താൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂലോകത്തിൽ വന്നത്, തന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഭഗവാനോടുള്ള പരമസ്നേഹവും സമർപ്പണവും വഴി മാത്രമേ ജീവാത്മാവിന് തിരിച്ച് തന്റെ ലോകമായ ഭഗവത് പാദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭക്തിക്ക് അനുയോജ്യമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രവർത്തനങ്ങൾ? അപ്പൊ കുറേ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളെല്ലാം ഓരോ ഭക്തന്മാരുടെയും മനസ്സിലുണ്ടായ ചോദ്യങ്ങൾ. പരീക്ഷിത് മഹാരാജാവിന് ഇത് അറിയാമെങ്കിൽ കൂടിയും ഭക്തന്മാർക്ക് വേണ്ടിയാണ് പരീക്ഷിത് മഹാരാജാവ് ശുകമഹർഷിയോട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഭക്തി വളർത്താൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം ജപം, ഭഗവാന്റെ നാമജപം, കീർത്തനം,
ശാസ്ത്രങ്ങൾ പഠിക്കല്, നമ്മുടെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ അത് പാലിക്കണം. സത്യസന്ധത, സാത്വിക പ്രവർത്തികൾ, മറ്റു ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം, വിനയം, പിന്നെ മുതിർന്ന ഭക്തന്മാരെ സേവിക്കുക. ഇതാണ് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ. ഇനി അനുയോജ്യമല്ലാത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അഹങ്കാരം, ഭൗതിക വികാരങ്ങൾ, ഭഗവാനെ പ്രാർത്ഥിക്കാതിരിക്കൽ, മിഥ്യാബോധം, അമിതമായി സങ്കല്പിച്ചു കൂട്ടും. എനിക്ക് അത് കിട്ടിയാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം, എനിക്കിത് അങ്ങനെ, ഇതെല്ലാം ഭക്തിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഭക്തിക്ക് ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. ഭക്തി വളരാൻ വേണ്ടത് ജപം, 16 മാല ജപിക്കണം. അല്ലെങ്കിൽ കീർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് രാവിലെ ചൊല്ലുന്ന മംഗളാരതിയാകാം, വൈകിട്ട് ചെയ്യുന്ന ഗൗരാരതിയാകാം. ഇനി അത് കൂടാതെ ജഗന്നാഥാഷ്ടകം, ഭഗവാന്റെ കുറിച്ചിട്ടുള്ള ഏത് കീർത്തനങ്ങളും ചൊല്ലുന്നതും ഭക്തി വളർത്തുന്നതിന് ഒരു ഉദാഹരണം തന്നെയാണ്. പിന്നെ ശാസ്ത്രങ്ങൾ പഠിക്കൽ എന്ന് പറഞ്ഞാല് ഭഗവാനെ കുറിച്ച് പറയുന്ന ബുക്കുകൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഭഗവത്ഗീത, ഭാഗവതം, ബ്രഹ്മസംഹിത, ഹരിഭക്തി വിലാസം, അങ്ങനെ എന്തൊക്കെ ബുക്കുകളുണ്ടോ ആ ബുക്കുകളെല്ലാം അതൊക്കെ വായിച്ച് മനസ്സിലാക്കി കൂടുതൽ പഠിക്കുക. എല്ലായ്പ്പോഴും സത്യസന്ധതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സാത്വിക പ്രവർത്തികൾ ചെയ്യുക. സാത്വിക ഭക്ഷണം കഴിക്കുക. സാത്വികമായിട്ടുള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുക. വിനയം, മറ്റു ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം അല്ലെങ്കിൽ സത്സംഗം, അല്ലെങ്കിൽ മറ്റു മുതിർന്ന ഭക്തന്മാർക്ക് സേവനം ചെയ്യുക. 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിള്, 4 നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ പാലിക്കുക. ഇതൊക്കെയാണ് ഭക്തിയെ വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് വേദകർമ്മങ്ങള്, സ്മാർത്ഥ കർമ്മങ്ങള്, കാമ്യകർമ്മങ്ങള്. ഇതെന്താണെന്നാണ് ത്രിവർഗിക കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ വേദിക കർമ്മങ്ങൾ എന്ന് വെച്ചാല് വേദങ്ങളുടെ എന്തൊക്കെയാണോ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ മന്ത്രജപത്തോടും ഹോമങ്ങളോടും കൂടി ചെയ്യുന്നതിനെയാണ് വേദിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്മാർത്ഥ എന്ന് പറയുന്നത് സ്മൃതികൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന ദിനചര്യ ആചാരങ്ങളും സംസ്കാരങ്ങളുമാണ്. ഇനി കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള കർമ്മങ്ങളാണ്. അപ്പൊ ഈ കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് അതിന് വേറെ ഒരു ഉദാഹരണം തന്നെ പറയാം. ചിലപ്പോൾ നമ്മുടെ പൂർവികര് ആരാധിച്ചിരുന്നത് വേദകർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അതാണ് ശരി എന്ന് വിചാരിക്കും. പലപ്പോഴും അത് ശരിയാകണമെന്നില്ല. പക്ഷെ നമ്മുടെ പൂർവികർ അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളും അത് അതേപോലെ ഫോളോ ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ശരിയാകണമെന്ന് ഇല്ല. കാലത്തിനും ഘടനയ്ക്കും അനുസരിച്ച് അവര് മാറ്റങ്ങൾ വരുത്തിയതുമാകാം. അപ്പൊ അതാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വേദങ്ങൾ എന്താണോ അനുസരിച്ചിരിക്കുന്നത് അതേപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ത്രിവർഗിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, ഇത് 3ഉം ലക്ഷ്യമാക്കി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ത്രിവർഗിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രളയത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ജീവൻ വീണ്ടും ഉത്ഭവിക്കുന്നത് എങ്ങനെ? പ്രളയം, സർവപ്രപഞ്ചവും നശിക്കുന്ന കാലഘട്ടത്തെയാണ് പ്രളയം. പലതരത്തിലുള്ള പ്രളയങ്ങളുണ്ട്. പ്രളയത്തിന് ശേഷവും പ്രളയത്തിന് മുൻപും ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ഭഗവാൻ മാത്രമേ നശിക്കാത്തതുള്ളൂ. എല്ലാ ജീവന്മാരും മഹാവിഷ്ണുവിന്റെ അഗാധ ശക്തിയിലോട്ട് നിക്ഷിപ്തമാകുന്നു. പ്രപഞ്ചം പുനഃസൃഷ്ടിക്കുമ്പോൾ ഈ മഹാവിഷ്ണുവിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ജീവന്മാരെ മുൻകാല കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഭൗതിക ശരീരം സ്വീകരിക്കുന്നു. എന്നിട്ട് അവരുടെ കാലത്തിന് നിർണയിച്ച അനുഭവങ്ങൾക്കായിട്ട് ഭഗവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി പശണ്ടികളുടെ സൃഷ്ടി. എന്താണ് പശണ്ടി? പശണ്ടി എന്ന് വിളിക്കുമ്പോൾ വേദങ്ങളുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ തള്ളിക്കളഞ്ഞ് നിരീശ്വരന്മാരായിട്ട്, നാസ്തികരായിട്ട് തെറ്റായ ഉപദേശിക്കുകയാണ് ഈ പശണ്ടികൾ എന്ന് പറയുന്നത്. അവര് വ്യാജ മതങ്ങൾ സ്വീകരിക്കും, തെറ്റായ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കും, അവരുടേതായിട്ടുള്ള ആരാധനാ വിധികളും ധർമ്മ പദ്ധതികളും അവര് പുതിയതായിട്ട് കണ്ടുപിടിച്ച് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവരെ എല്ലായ്പ്പോഴും ആത്മീയതയിലല്ല ജീവിക്കുന്നത്, ഭൗതികതയിൽ മാത്രം ജീവിക്കുന്നവരാണ് പശണ്ടികൾ എന്ന് പറയുന്നത്. ഇനി നിത്യസിദ്ധന്മാർ. നിത്യസിദ്ധന്മാർ എന്ന് പറഞ്ഞാല് സൃഷ്ടി പ്രക്രിയയിലും സംസാര ചക്രത്തിലും ഭഗവാനെ ഇതിനകത്തൊന്നും, ഈ സംസാര പ്രക്രിയയിലൊന്നും അവർ അകപ്പെട്ടിട്ടില്ല. അവരെപ്പോഴും
എപ്പോഴും സദാസമയവും മോക്ഷസ്ഥിതിയിലുള്ളവരായിരിക്കും. അവർക്ക് മോക്ഷം എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും. പക്ഷെ അവരെന്തിനാണ് ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ സേവനത്തിൽ, ദൈവ സേവനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനുദാഹരണമാണ് വസുദേവര്, ദേവകി, യശോദ, മാതായും, നന്ദഗോപര്, രാധാറാണി. അങ്ങനെ ഭഗവാനെ കൂടെ വന്ന എല്ലാവരും, ഈവൻ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇവരൊക്കെ തന്നെ നിത്യസിദ്ധന്മാരാണ്. പക്ഷെ അവരെന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ദൈവസേവനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അവരെല്ലാം. ഭഗവാന്റെ ലീലകളിൽ പങ്കെടുത്ത് എല്ലായ്പ്പോഴും ഭഗവത് സാന്നിധ്യത്തിൽ മാത്രം നിലകൊള്ളിട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരെയാണ് നിത്യസിദ്ധന്മാർ എന്ന് പറയുന്നത്. ഇനി യോഗമായ. യോഗമായ ഉപയോഗിച്ചാണ് ഭഗവാൻ ഈ ലീലകളെല്ലാം ആടുന്നത്. യോഗമായ ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. ഇത് ഭൗതികമായ മായയുമായിട്ട് വ്യത്യാസപ്പെടുന്നു. ഭഗവാൻ തൻ്റെ ലീലകള് നടത്തുന്നതിന് യോഗമായയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഭഗവാൻ തൻ്റെ ദൈവ്യതത്വം എല്ലാവരും വെളിപ്പെടാതെ, അതായത് ഭക്തന്മാർക്ക് മാത്രമേ അത് അനുഭവപ്പെടുത്തുള്ളൂ. ഭക്തരല്ലാത്ത നിരീശ്വരന്മാർക്ക് അത് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് യോഗമായ ഭഗവാന്റെ ആന്തരിക ശക്തിയിലൂടെ ഭഗവാൻ ലീലകൾ നടത്തുന്നത്. പക്ഷേ എന്നിരുന്നാലും ഭക്തന്മാർക്ക് അത് അനുഭവപ്പെടും. യോഗമായയിലൂടെ ഭഗവാന്റെ ലീലകൾ ദൈവീക ശക്തികൾ പ്രകടമാവുകയും ലോകത്തിന്റെയും ഈ മുഴുവൻ ജീവാത്മാവിന്റെയും സംരക്ഷണവും ഭക്തന്മാരുടെ ഉന്നമനവും നടത്താൻ സഹായിക്കുന്നു. ഇനി സമസ്ത ജീവന്മാരുടെയും സംസാരത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ. കാമ്യകർമ്മങ്ങള്, പ്രളയത്തിന്, ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ടും 7 മുതൽ 23 ശ്ലോകങ്ങൾ വരെ പറഞ്ഞിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 2-ാം ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ ശക്തികളെ കുറിച്ച്. ഭഗവാന്റെ ആന്തരിക ശക്തി, സങ്കല്പിക ശക്തി, പരാവശക്തി, വിരാടശക്തി, അഗദ്യശക്തി, പ്രതീക്ഷശക്തി, വിവേകശക്തി, സ്വരൂപശക്തി, അങ്ങനെ അനേകം ശക്തികളാണ് ഭഗവാനുള്ളത്. അപ്പൊ ഈ ശക്തികളെല്ലാം തന്നെ അനന്തമാണ്, അനന്തമായ ശക്തിയാണ് ഭഗവാന് ഉള്ളത്. ഇപ്പം അന്തർയാമി ശക്തി, അന്തർയാമി ശക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിലും ശ്വേതേശ്വര ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി യോഗമായ ശക്തി നമ്മളിപ്പോ കണ്ടു. ഈ യോഗമായ ശക്തി എന്താണ്? അതും ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിലും ശ്രീമദ് ഭാഗവതത്തില് 10-ാം അധ്യായത്തിൽ 10-ാം സ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ 57-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഇനി യോഗമായയും മഹാമായയും വ്യത്യാസമാണ്. മഹാമായ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. മഹാമായ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഭൗതിക ശക്തി ഈ സംസാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മഹാമായ. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിലും ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിലുമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അനേക ശക്തികളുണ്ട്. നമ്മൾ ഈ ശക്തികളെല്ലാം കൂടെ പറയുന്നതിൽ ഇന്നല്ല ഒരിക്കലും തീരത്തില്ല. അത്രമാത്രം ശക്തികളാണ് ഭഗവാനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ നമ്മള് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, ശക്തി എന്നല്ലേ പറയുന്നത്? അത് 3 ശക്തികള്. അതിൽ നിന്നാണ് ബാക്കി എല്ലാം വിഭജിച്ചു വരുന്നത്. ആ 3 ശക്തിയിൽ നിന്ന് എല്ലാം വിഭജിച്ചു വരുന്നു. അതാണ് ആദ്യത്തെ 3 പ്രൈമറി എന്ന് പറയുന്നത്. അതുകൂടാതെ ഭഗവാൻ അവതാരം എടുക്കുന്നതിന് അവതാര ശക്തിയുണ്ട്. ഗൂഢമായിട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഓരോ കാര്യത്തിലും ഓരോ വിധത്തിലുള്ള ശക്തിയുണ്ട്. അപ്പം 24-ാമത്തെ ശ്ലോകത്തില് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കും, ഇനി എങ്ങനെയാണ് ഭഗവാനിൽ എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നത്? അങ്ങക്ക് മാത്രമേ അത് പറയാനുള്ള യോഗ്യതയുള്ളൂ. അങ്ങ് എത്രയും പെട്ടെന്ന് അതെനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ ഒരിക്കലും ഞാൻ ഈ 7 ദിവസമായിട്ട് അദ്ദേഹം ഓരോ ദിവസം 7 ദിവസം കൂടെ ഉള്ളൂ, ഇനി മരണം കാത്തു കിടക്കുകയാണ്. അപ്പൊ ഈ 7 ദിവസവും ജലപാനം പോലും ഇല്ലാതെയാണ് പരീക്ഷിത് മഹാരാജാവ് ഈ കഥ കേൾക്കേണ്ടത്. അങ്ങ് വിഷമിക്കേണ്ട, എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. ഈ കഥ കേൾക്കാനുള്ള ജിജ്ഞാസ മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ശുഗ മഹർഷിക്ക് തന്നെ
ഈ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ആ ജിജ്ഞാസ, അപ്പം ഈ പരീക്ഷിത്ത് മഹാരാജാവിനുണ്ടാകുന്ന അതേ ജിജ്ഞാസ തന്നെ വേണം നമ്മൾ ഓരോ ഭക്തർക്കും വേണ്ടത്. ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എന്താണോ പരീക്ഷിത്ത് മഹാരാജാവിനുണ്ടായ ആ ജിജ്ഞാസ, അതേ ജിജ്ഞാസയോടുകൂടെ വേണം ശുഗമഹർഷിയിൽ നിന്ന് ആ കഥ അല്ലെങ്കിൽ ഭാഗവതം വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. അടുത്ത അധ്യായങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം ഇനിയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ പോയെന്ന് തോന്നുന്നല്ലേ. വാഞ്ചാകൽപതരുജ്ഞ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.